ഹലോ, ഇന്ന് തോരൻ വെക്കാനായിട്ട് അച്ചിങ്ങ പയറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പയറേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇനി കഴുകി വൃത്തിയാക്കിയെടുക്കാം. പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണേ. ഇനി നമുക്ക് തോരൻ വെക്കാം. അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. പയർ വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മതി. പയറൊന്ന് നനഞ്ഞ് കിടക്കുന്ന കണക്കുള്ള വെള്ളം. ഒരുപാട് വെള്ളം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പയറങ്ങ് വെന്തു പോവും, കഴിക്കാനും ടേസ്റ്റ് കാണത്തില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എനിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പയറിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. പയറിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നിളക്കി വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവട്ടെ. സവാളയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായുള്ള തേങ്ങ തിരുമ്മിയെടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് പയറല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയെല്ലാം തിരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. പയർ വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത് 3ഉമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കാം. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണേ. പയറിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെയാണോ അച്ചിങ്ങ പയർ തോരൻ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പൊടികളൊക്കെ നന്നായിട്ട് തോരനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ തിരിങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല. തേങ്ങാപ്പീര കണക്ക് തന്നെ തോരനിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുവാണ്. തേങ്ങയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ചെറു തീയിലിട്ട് നന്നായിട്ട് തേങ്ങയും പയറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. രാവിലെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു വിടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ്. അതുപോലെ തന്നെ സമയവും കൂടുതൽ വേണ്ട, എന്നാൽ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇവിടെ മോൾക്കൊക്കെ കൊടുത്തു വിടുന്നത് ഇങ്ങനെയാണ്. നിങ്ങളും ഇതുപോലെയാണോ ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചിടുന്നുണ്ട്. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ച് ഈ പയർ തോരനിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.